നോമ്പ് തുറക്കുന്ന സമയത്തേക്കായാലും ഈ ഒരു ചൂടത്തൊക്കെ ബെസ്റ്റാണ് കേട്ടോ. ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ദാഹം അകറ്റാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു മുസമ്പി എടുക്കാം. ഈ മുസമ്പിയുടെ തൊലിയൊക്കെ കളയാം. കുരു ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുരുവും കളഞ്ഞെടുക്കാം കേട്ടോ. ഇതിന് കുരു ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പൈനാപ്പിളാണ്. ഈ ഒരു പൈനാപ്പിൾ നമ്മൾ ഓൾറെഡി തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ചതായിരുന്നു കേട്ടോ. അത് ഏകദേശം ഒരു കപ്പോളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്കൊരു 4-5 പുതിനയില ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള തന്നെ ചേർക്കാം കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്ത ശേഷം നമുക്കിത് അരിക്കണം. അരിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. എത്രത്തോളം വേണം എന്നുള്ള രീതിയിൽ നമ്മൾ ചേർത്ത്. ഒരുപാടങ്ങ് വെള്ളം കൂടി പോവും വേണ്ട. ഞാൻ ഈ ഒരു മഗ്ഗിൽ ഒരു 3/4 ഭാഗത്തോളം ഇത് അരിച്ചിട്ട് ഒഴിച്ചതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. കസ്കസ് സോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അത് നല്ലതാണ് കേട്ടോ നമുക്ക് ഈ ഒരു ചൂടത്ത് ശരീരത്തിനൊക്കെ. അപ്പോൾ അതൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ജ്യൂസ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ട്രൈ ചെയ്താത്തവർ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഫ്രൂട്ട്സ് മിക്സ് ചെയ്തിട്ടുള്ള പല ടൈപ്പ് ജ്യൂസസ് ഉണ്ട്. അതിൽ ഇത് ബെസ്റ്റാണ് കേട്ടോ. ഇത് നോമ്പിന് മാത്രമല്ല, ഏത് ചൂടത്തും ഇപ്പം നല്ല ചൂടല്ലേ, ചൂടത്തൊക്കെ ദാഹം ശമിപ്പിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണണമെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്